ഓഗസ്റ്റ് 4 രാവിലെ 5:30 യാത്ര തുടങ്ങി. എങ്ങോട്ടാന്നല്ലേ? ഔട്ടർ ബാങ്ക്സ്. ഔട്ടർ ബാങ്ക്സ് ഇസ് എ സ്ട്രിങ് ഓഫ് ബാരിയർ ഐലൻഡ്സ് ഓഫ് ദ കോസ്റ്റ് ഓഫ് നോർത്ത് കാരോലൈന. ഒരു പോപ്പുലർ ടൂറിസ്റ്റ് പ്ലേസാണ്. ഞങ്ങളൊരു 2 ദിവസത്തെ ട്രിപ്പിനാണ് പോകുന്നത്. മനോഹരമായ യാത്രയായിരുന്നു. ഫുൾ ഓഫ് സീനിക് വ്യൂസ്. നോർത്ത് കാരോലൈന എത്തി. എൻട്രി സോ ബ്യൂട്ടിഫുൾ. റോഡിൻ്റെ 2 സൈഡിലും കടലാണ്. നമ്മുടെ ആദ്യത്തെ സ്റ്റോപ്പ് റൈറ്റ് ബ്രദേഴ്സ് നാഷണൽ മെമ്മോറിയൽ ആണ്. ഓക്കെ, വി റീച്ച്ഡ് റൈറ്റ് ബ്രദേഴ്സ് മെമ്മോറിയൽ, a historical place where Wright brothers created the first aircraft and the first flight took off on December 17, 1903. അപ്പോൾ ഈ കാണുന്നതാണ് വിസിറ്റർ സെൻറ്റർ. ഇവിടെ നമുക്ക് റൈറ്റ് ബ്രദേഴ്സിൻ്റെ ചൈൽഡ്ഹുഡ്, ഫാമിലി, എക്സ്പെരിമെൻറ്റ്സ് ആൻഡ് ഇനീഷ്യൽ ഡേയ്സ് ഓഫ് ഏവിയേഷനെ പറ്റി കുറേ ഇൻഫോർമേഷൻ കിട്ടും കേട്ടോ. ഇപ്പോൾ കാണുന്നതാണ് ഫുൾ സൈസ് റെപ്ലിക്ക ഓഫ് റൈറ്റ് ബ്രദേഴ്സ് 1903 ഫ്ലയർ, ദ എയർക്രാഫ്റ്റ് യൂസ്ഡ് ഫോർ ദെയർ ഫസ്റ്റ് ഫ്ലൈറ്റ്. ഇതാണ് റൈറ്റ് ബ്രദേഴ്സിൻ്റെ ടെമ്പററി റെസിഡൻസ്. അതിൻ്റെ അകത്ത് സാധനങ്ങൾ ഇപ്പോഴും അങ്ങനെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ അപ്പുറത്ത് കാണുന്നതാണ് അവരുടെ വർക്ക്ഷോപ്പ്. ഇവിടെയാണ് അവർ ഡിസൈൻ ചെയ്തുകൊണ്ടിരുന്നത്, കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടൊക്കെ ഇരുന്നത്. This is the first runway from where the first flight took off.
2.5 hours in Wright Brothers Memorial. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അടുത്ത സ്റ്റോപ്പിലോട്ട് പോയി, വിച്ച് ഈസ് കൊറോള ഹിസ്റ്റോറിക് വില്ലേജ്, which is located in Corolla. Again, a very calm scenic place where you can witness the life and culture of the Outer Banks, particularly during the late 19th and early 20th centuries. Oh my god, can't explain in words how peaceful it was to walk around this place. കാണുന്നതാണ് വെയിൽഹെഡ് ക്ലബ്. ഇറ്റ്സ് എ 21,000 square foot mansion created in 1925. ഇതാണ് കൊറോള ലൈറ്റ് ഹൗസ്. It was constructed between 1848 and 1856. I think it's 49 meters tall. It's one of the tallest lighthouse in North Carolina. Again, നല്ല രസമുണ്ടായിരുന്നു ഇതിൻ്റെ ചുറ്റും നടക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്, നല്ല കാം ആൻഡ് ക്വൈറ്റ് ആയിരുന്നു. ലൈറ്റ് ഹൗസിൻ്റെ ഓപ്പോസിറ്റിൽ തന്നെ കൊറോള വില്ലേജ് മാരിടൈം മ്യൂസിയം ഉണ്ട്. ദിസ് മ്യൂസിയം പ്രിസർവ്സ് ആൻഡ് ഷെയർസ് ദ മാരിടൈം ഹിസ്റ്ററി ഓഫ് ദ ഔട്ടർ ബാങ്ക് റീജിയൻസ്. സ്മോൾ മ്യൂസിയം, ബട്ട് ഇറ്റ്സ് എ ഗുഡ് വൺ. കൊറോളയിൽ നിന്നിറങ്ങി സമയം 3:30 അപ്പോൾ വി തോട്ട് വിൽ ചെക്ക് ഇൻ ടു ഹോട്ടൽ ആൻഡ് വിൽ ഗെറ്റ് സം റെസ്റ്റ്. എന്നിട്ട് വൈകുന്നേരം ഒരു 5:30-6 ആകുമ്പോൾ ബീച്ചിൽ പോവാം. എന്നിട്ട് കടൽ തീരത്തിരുന്ന് കടലിൻ്റെ കാറ്റ് കൊള്ളാം. ഔട്ടർ ബാങ്ക്സിൻ്റെ ബീച്ചിൻ്റെ പ്രത്യേകത, ഇവിടെ അത്രയും തിരക്കില്ല, കാം ആൻഡ് ക്വൈറ്റ് ആണ്, നല്ല ശാന്തമായ ബീച്ചസ് ആയിരിക്കും. അപ്പം നമ്മൾ ബീച്ചിലെത്തി. അപ്പോൾ കുറച്ച് ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ഇരിപ്പുണ്ട്, ബട്ട് ഇറ്റ്സ് എ പീസ്ഫുൾ പ്ലേസ്. അധികം ബഹളമൊന്നുമില്ല. അപ്പോൾ അവിടെ നമുക്കൊരു കാം ഈവനിങ് സ്പെൻഡ് ചെയ്യാം. ഇവിടെ വന്നിരുന്നപ്പോൾ ഇന്നത്തെ ക്ഷീണം മൊത്തത്തോടെ അങ്ങ് മാറിക്കിട്ടി. കുറച്ചു നേരം അവിടെ ഇരുന്ന് തിരകളുടെ ഒച്ചയും സൂര്യൻ അസ്തമിക്കുന്നതും ഒക്കെ നോക്കിയിരുന്നു. ഡേ 2 ആണ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ജോക്കി റിഡ്ജ് സ്റ്റേറ്റ് പാർക്കിലോട്ടാണ്. ദിസ് പാർക്ക് ഈസ് നോൺ ഫോർ ദ ഡൈനാമിക് ലാൻഡ്സ്കേപ്പ് ഓഫ് സാൻഡ് ഡ്യൂൺസ്. അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു.
ഞങ്ങൾ ഏറ്റവും ടോപ്പിൽ പോയപ്പം അവിടുന്ന് ഔട്ടർ ബാങ്ക്സ് മൊത്തം ഒരു നല്ല വ്യൂ ആയിരുന്നു. എല്ലാം നല്ലതായിട്ട് കാണാൻ പറ്റുമായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ. ഇറ്റ്സ് എ വെരി ഗുഡ് പ്ലേസ് ഫോർ സാൻഡ് ബോർഡിംഗ് ആൻഡ് ഹാൻഡ് ഗ്ലൈഡിംഗ്. സാൻഡ് ഡ്യൂൺസിൻ്റെ ടോപ്പിൽ നിന്ന് നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആയിരുന്നു. ആക്ച്വലി ക്യാമറ കുഡ് നോട്ട് ക്യാപ്ചർ ഇറ്റ്സ് ബ്യൂട്ടി പ്രോപ്പർലി, ബട്ട് ഇറ്റ്സ് എ മസ്റ്റ് വാച്ച്. അവിടെ കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ലഞ്ച് കഴിച്ചു. പിന്നെ കുട്ടികൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അവിടെ ഒരു ഷുഗർ പ്ലാനറ്റ് എന്ന് പറഞ്ഞ ക്യാൻഡി സ്റ്റോർ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോകണമെന്ന്. ബേസിക്കലി അതൊരു ക്യാൻഡി സ്റ്റോറാണ്. ഇച്ചിരി ഫാൻസി ആയിട്ട് കുറേ കളർഫുള്ളായിട്ട് പിള്ളേരെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ അവർ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പം അവിടെ പോയി ഷുഗർ പ്ലാനറ്റിൽ പോയി കുറച്ച് ക്യാൻഡീസൊക്കെ എടുത്തു. പിന്നെ അവിടുന്ന് ഞങ്ങൾ തിരിച്ചു വെർജീനിയയിലോട്ട് യാത്ര തുടങ്ങി. ഓൾമോസ്റ്റ് 3.5 hours ഉണ്ട് നോർത്ത് കാരോലൈനയിൽ നിന്ന് വെർജീനിയയിലോട്ട്. അപ്പം അത്രയേ ഉള്ളൂ ഈ ട്രിപ്പ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.